ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ക്രേസി PSC ലേണേഴ്സ്. ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നത് കലണ്ടർ എന്ന ഭാഗത്ത് ചോദിക്കാറുള്ള വേറൊരു ടൈപ്പ് ക്വസ്റ്റ്യനാണ്. ഫസ്റ്റ് ടൈപ്പിനായി പാർട്ട് 1, കലണ്ടറിൻ്റെ പാർട്ട് 1 കാണുക. ഇനി ടൈപ്പ് 2 ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ പറയുന്നത്. ഇതിലാദ്യമായി നമ്മൾക്ക് ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ അറിയേണ്ട ഒരു കാര്യമാണ്, സാധാരണ വർഷത്തിൽ ഒരു ഒറ്റ ദിവസമാണ് ഉണ്ടാവുക. ഒറ്റ ദിവസം കാണുന്നത് എങ്ങനെയാണെന്നെല്ലാം നേരത്തെയുള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. സാധാരണ വർഷത്തിൽ ഒരു ഒറ്റ ദിവസം, അതിവർഷം എന്ന് പറഞ്ഞാൽ 4 കൊണ്ട് ഹരിക്കാൻ പറ്റുന്ന വർഷങ്ങൾ, അതിൽ 2 ഒറ്റ ദിവസമാണുള്ളത്. അതുപോലെ മുൻപ് പറഞ്ഞ വീഡിയോയിൽ പറഞ്ഞു 31 ദിവസമുള്ള മാസങ്ങളിൽ എത്ര ദിവസമുണ്ട്? 3 ഒറ്റ ദിവസമുണ്ട്. ഫെബ്രുവരിയിൽ സാധാരണ വർഷമാണെങ്കിൽ 0 ഒറ്റ ദിവസം. ലീപ്പ് ഇയർ അഥവാ അതിവർഷമാണെങ്കിൽ 1 ഒറ്റ ദിവസം. 30 ദിവസമുള്ള മാസങ്ങളാണെങ്കിൽ 2 ഒറ്റ ദിവസം. ഇതെല്ലാം എങ്ങനെ കണ്ടുപിടിക്കുന്നതെന്ന് മുൻപുള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അറിയാത്തവർ അത് കാണുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ പ്രോബ്ലം ചെയ്യാനായിട്ട് ആവശ്യമുള്ളത്. സാധാരണ വർഷമാണെങ്കിൽ 1 ഒറ്റ ദിവസം ഉണ്ടാകും. അതിവർഷമാണെങ്കിൽ 2 ഒറ്റ ദിവസം ഉണ്ടാകും. 31 ദിവസമുള്ള മാസങ്ങളിൽ 3 ഒറ്റ ദിവസം. ഫെബ്രുവരിയിലാണെങ്കിൽ സാധാരണ വർഷമാണെങ്കിൽ 0, ലീപ്പ് ഇയർ അഥവാ അതിവർഷമാണെങ്കിൽ 1. 30 ദിവസമുള്ള മാസങ്ങളിൽ 2 ഒറ്റ ദിവസം ഉണ്ടാകും. അപ്പോൾ നമുക്ക് പ്രോബ്ലം നോക്കാം. ഇതാണ് ക്വസ്റ്റ്യൻ. 1982 ഡിസംബർ 17 ശനിയാഴ്ച എങ്കിൽ 1984 ഡിസംബർ 22 ഏത് ദിവസം? ഇതാണ് ക്വസ്റ്റ്യൻ. ഇത് വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യനാണ്. സാധാരണ PSCക്ക് കാണാറുള്ള ഒരു ക്വസ്റ്റ്യനുമാണ്. 1982 ഡിസംബർ 17 അവർ തന്നിട്ടുണ്ട്. ശനിയാഴ്ചയാണ്. അപ്പോൾ 1983 ഡിസംബർ 17 എത്രയാണെന്ന് നോക്കണം. 1984 വരെയാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്. 84 ഡിസംബർ 17 ഏത് ദിവസമാണെന്ന് നോക്കണം. ഇവിടെ പറഞ്ഞു സാധാരണ വർഷമാണെങ്കിൽ 1 ഒറ്റ ദിവസവും അതിവർഷമാണെങ്കിൽ 2 ഒറ്റ ദിവസവും. ഇവിടെ നമ്മൾക്കറിയാം 83 എന്ന് പറയുമ്പോൾ 4 കൊണ്ട് കറക്റ്റായിട്ട് ഹരിക്കാൻ പറ്റില്ല. അപ്പോൾ സാധാരണ വർഷമാണ്. 84 എന്ന് പറയുമ്പോൾ കറക്റ്റായിട്ട് 4 ഹരിക്കാൻ പറ്റും. അപ്പോൾ അതിവർഷമാണ്. സാധാരണ വർഷമാണെങ്കിൽ നമ്മൾക്കറിയാം 1 ഒറ്റ ദിവസം, അതായത് 1982 ഡിസംബർ 17 ശനിയാഴ്ചയാണെങ്കിൽ 1983 ഡിസംബർ 17 എന്ന് പറയുന്നത് 1 ഒറ്റ ദിവസം കൂട്ടണം. ഇതിൻ്റെ കൂടെ 1 ദിവസം കൂടി കൂട്ടിയാൽ ശനിയാഴ്ച കഴിഞ്ഞാൽ ഞായറാഴ്ച. ഇതേപോലെ 1984 അതിവർഷമാണ്. അപ്പോൾ നമ്മൾക്കറിയാം 2 ഒറ്റ ദിവസമാണ് അതിലുണ്ടാവുക. അപ്പോൾ 2 കൂട്ടണം. ഞായറാഴ്ച കഴിയുമ്പോൾ തിങ്കൾ, ചൊവ്വ. ഇനി പക്ഷേ ഇവിടെ ആൻസർ ആയിട്ടില്ല. ചൊവ്വാഴ്ചയാണ് വരുന്നത്. ഡിസംബർ 17 ചൊവ്വാഴ്ച. നമ്മളോട് ചോദിച്ചേക്കുന്നത് ഡിസംബർ 22. ഡിസംബർ 17 നിന്ന് ഡിസംബർ 22 ആവാൻ എത്ര ദിവസമുണ്ട് എന്ന് നോക്കണം. നമ്മൾക്കറിയാം 5 ദിവസം കൂടി ഉണ്ട്. അപ്പോൾ ആൻസർ കിട്ടുവാനായി ഇതിൻ്റെ ഒപ്പം 5 കൂട്ടുക. ആൻസർ വരിക ചൊവ്വ കഴിഞ്ഞിട്ടുള്ള 5 ദിവസങ്ങൾ കൂടി കൂട്ടിയാലുള്ളതാണ് ആൻസർ വരിക. നമ്മൾക്കറിയാം ചൊവ്വ കഴിഞ്ഞാൽ ബുധൻ, വ്യാഴം, വെള്ളി, ശനി, ഞായർ. 5 ദിവസം കഴിഞ്ഞാൽ ഞായറാണ് വരുന്നത്. ഇതാണ് ആൻസർ വരിക. വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യനാണ്. 1982 ഡിസംബർ 17 അവർ തന്നിട്ടുണ്ട് ശനിയാഴ്ചയാണെന്ന്.
നമ്മളോട് ചോദിച്ചേക്കുന്നത് 1984 ഡിസംബർ 22 ഏത് ദിവസമാണ് എന്നാണ്. 1982 ഡിസംബർ 17 ശനിയാഴ്ച. 83 ഡിസംബർ 17 എന്ന് പറയുമ്പോൾ 83 സാധാരണ വർഷമാണ്. അപ്പോൾ 1 പ്ലസ് ചെയ്യേണ്ടത്. ശനിയാഴ്ച കഴിഞ്ഞാൽ ഞായറാഴ്ച. 1984 അതിവർഷമാണ്. അപ്പോൾ ഞായർ കഴിഞ്ഞാൽ 2 പ്ലസ് ചെയ്യണം. തിങ്കൾ ചൊവ്വ. ഇതുപോലെ എത്ര വർഷം ചോദിച്ചാലും നമുക്കിങ്ങനെ കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. ഇത് തമ്മിലുള്ള ഡിഫറൻസ് നമുക്കറിയാം. നമ്മൾ ക്വസ്റ്റ്യനിൽ ചോദിച്ചാൽ ഡിസംബർ 22 5 ദിവസം കൂടിയുണ്ട്. ഡിസംബർ 17 ചൊവ്വാഴ്ചയാണെങ്കിൽ ഡിസംബർ 22 ചൊവ്വാഴ്ചയുടെ കൂടെ 5 ദിവസം ആഡ് ചെയ്യണം. ആൻസർ വരിക ഞായർ എന്നാണ്. ഇതുപോലെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 2011 ഏപ്രിൽ 1 വെള്ളിയാഴ്ച ആണെങ്കിൽ 2012 ജൂലൈ 1 ഏത് ദിവസം? ഇതാണ് ക്വസ്റ്റ്യൻ. ആദ്യം 2011 ഏപ്രിൽ 1 അവർ തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ. വെള്ളിയാഴ്ചയാണ്. 2012 ഏപ്രിൽ 1 എന്ന് പറയുമ്പോൾ നമ്മൾക്കറിയാം 2012 അതിവർഷമാണ്. കറക്റ്റായിട്ട് 4 കൊണ്ട് ഹരിക്കാൻ പറ്റും. അപ്പോൾ 2 പ്ലസ് ചെയ്യേണ്ടത്. വെള്ളി കഴിഞ്ഞാൽ ശനി ഞായർ. 2012 ഏപ്രിൽ 1 എന്ന് പറയുന്നത് ഞായറാഴ്ചയായിരിക്കും. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഏപ്രിൽ 1 വരെ നമ്മൾക്ക് കിട്ടി. ഏപ്രിൽ 1 2012 ഏപ്രിൽ 1 ഞായറാഴ്ച. ഏപ്രിൽ 1 മുതൽ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് ജൂലൈ 1. ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ 1. ഇത്രയും ഡേയ്സ് നമ്മൾ കാണണം. ഇത് നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യനിലുണ്ട്. അറിയാത്തവർ പാർട്ട് 1 കാണുക. അതിൽ നിന്ന് നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. ഏപ്രിൽ 1 ഏപ്രിൽ നമ്മൾക്കറിയാം 30 ദിവസമുണ്ട്. ഏപ്രിൽ 1 മുതൽ 30 ദിവസം, അതായത് 29 ദിവസം ബാക്കിയുണ്ട്. മെയ് എന്ന് പറയുമ്പോൾ 31 ദിവസം. ജൂൺ എന്ന് പറയുമ്പോൾ 30 ദിവസം. ജൂലൈയിൽ 1 ദിവസം. ഇത് നേരത്തെ ചെയ്ത അതേ ക്വസ്റ്റ്യൻ്റെ ബാക്കി പാർട്ടാണ് വരുന്നത്. ഇത് അതനുസരിച്ച് വേഗം നമുക്ക് ആൻസർ കിട്ടും. ഇത് ആഡ് ചെയ്താൽ വരുന്നത് 91 എന്നാണ്. ഇനി ചെയ്യേണ്ടത് 91നെ 7 കൊണ്ട് ഹരിക്കുക. ശിഷ്ടം എത്രയാണെന്ന് നോക്കുക. ശിഷ്ടം വരിക, ഇത് കറക്റ്റായിട്ട് ഹരിക്കാൻ പറ്റും. ശിഷ്ടം 13 പ്രാവശ്യം കറക്റ്റായിട്ട് ഹരിക്കാൻ പറ്റും. ശിഷ്ടം ഇപ്പോൾ 0 വരുന്നത്. അതായത് ആൻസർ നമ്മൾക്കിവിടെ ഞായർ എന്നാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. 2012 ഏപ്രിൽ 1 ഞായറാണ്. അതിൻ്റെ കൂടെ ഈ ശിഷ്ടമാണ് നമ്മൾക്ക് ആഡ് ചെയ്യേണ്ടത്. ഇവിടെ ശിഷ്ടം 0 ആയതിനാൽ ആൻസർ ഞായർ എന്ന് തന്നെ കിട്ടും. ഇവിടെ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് 2011 ഏപ്രിൽ 1 വെള്ളി, 2012 ജൂലൈ 1 ഏത് ദിവസം? 2011 ഏപ്രിൽ 1 വെള്ളിയാഴ്ചയാണെങ്കിൽ 2012 എന്ന് പറയുമ്പോൾ അതിവർഷമാണ്. അതിവർഷം എന്ന് പറയുമ്പോൾ 2 ദിവസം ഫ്രണ്ടിലോട്ട് പോകും. വെള്ളി കഴിഞ്ഞാൽ ശനി ഞായർ. ഇനി കാണേണ്ടത് ഏപ്രിൽ 1 മുതൽ ജൂലൈ 1 വരെ എത്ര ദിവസമുണ്ട് എന്നാണ്. ഏപ്രിൽ 1 മുതൽ ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ 1 വരെ. ഏപ്രിൽ 1 കൂട്ടേണ്ട ആവശ്യമില്ല. 30ൽ നിന്ന് 1 പോയാൽ 29. മെയ്യിൽ 31 ദിവസം, ജൂണിൽ 30 ദിവസം, ജൂലൈ 1. ഇത് ആഡ് ചെയ്യുമ്പോൾ 91 എന്ന് കിട്ടും. 91നെ 7 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം 0 വരുന്നത്. നമ്മൾക്ക് ഇവിടെ കിട്ടിയ ഈ ആൻസറിൻ്റെ ഒപ്പം ഈ ശിഷ്ടം ആഡ് ചെയ്യണം. ഞായർ പ്ലസ് 0 ദിവസം എന്ന് പറയുമ്പോൾ ആൻസർ ഞായർ തന്നെയാണ് വരുന്നത്. ഇതുപോലെയുള്ള മോഡൽ ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഞങ്ങളുടെ യൂട്യൂബ് ചാനലായ ക്രേസി PSC ലേണേഴ്സ്
സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.